ഗംഗാവലി പുഴ അത് ഒരു കണ്ണീർ പുഴയായി നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ പരന്നൊഴുകുകയായിരുന്നു. ചില സമയങ്ങളിൽ വളരെ വിശാലമായി ഒഴുകുന്ന ഒരു പുഴയായിരുന്നു. ആ പുഴ പിന്നീട് മെലിഞ്ഞു. അപ്പോഴും അർജുനും ട്രക്കും ആ പുഴയുടെ ആഴങ്ങളിൽ 12 മീറ്റർ താഴെയായി അടിത്തട്ടിൽ പുതഞ്ഞു കിടക്കുകയായിരുന്നു അർജുന്റെ ട്രക്ക്. അന്ന് ഐബോ ഡ്രോൺ പരിശോധനയിൽ സിഗ്നൽ കിട്ടിയ അതേയിടത്ത് നിന്ന് ആ ട്രക്ക് ഇന്ന് ഉയർന്നു വരുമ്പോൾ 71 ദിവസത്തെ ആഘാതമേറ്റ അർജുന്റെ മൃതദേഹമാണ് നമ്മുടെ മുന്നിലേക്ക് ഉയർന്നു പൊങ്ങി വന്നത്. മൃതദേഹം ഇപ്പോൾ ഡിങ്കി ബോട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ലോറിയുടെ ക്യാബിനിൽ കണ്ടെത്തിയ മൃതദേഹം അർജുന്റേതാണ് എന്നത് സ്ഥിരീകരിക്കുന്നതിനായുള്ള പരിശോധനകൾ ഇനി നടക്കേണ്ടതുണ്ട്. 71 ദിവസങ്ങൾക്കിപ്പുറം ലോറി വെള്ളത്തിന് മുകളിലേക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കുന്നു. അത് ഇനി പൂർണ്ണമായി അവിടെ നിന്ന് എടുക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനം മനാഫാണ് എടുക്കേണ്ടത്. നേരത്തെ മനാഫ് പറഞ്ഞിരുന്നത് അർജുൻ എവിടെയാണ് എന്നുള്ളതിനൊരു ഉത്തരം കിട്ടിയാൽ മതി, മറ്റു കാര്യങ്ങളൊന്നും അതിലൊന്നും തനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്നതായിരുന്നു മനാഫ് പറഞ്ഞത്. ജൂലൈ 16-ാം തീയതി രാവിലെ 8:33 സംഭവിച്ച ആ വലിയ മണ്ണിടിച്ചിൽ അത് അർജുനെയും ലോറിയെയും പാർക്ക് ചെയ്തിരുന്ന ഇടത്തു നിന്ന് ഇളക്കിയെടുത്ത് കൊണ്ടുചെന്നിട്ടത് ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലേക്കാണ് എന്നുള്ളതാണ് ഇന്നിപ്പോൾ 71-ാം ദിനം നമുക്ക് ബോധ്യമാകുന്ന യാഥാർത്ഥ്യം. ഇന്നിതുവരെ അർജുൻ എവിടെയാണ് എന്ന ചോദ്യമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അതിന്റെ ഉത്തരം അർജുന്റെ മൃതദേഹമായാണ് നമ്മുടെ മുന്നിലേക്ക് വന്ന് വരുന്നത്. ഗംഗാവലി പുഴയിൽ നിന്ന് ഇപ്പോൾ അർജുന്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു. കോൺടാക്ട് പോയിന്റ് 2-ലാണ് ലോറിയുടെ ക്യാബിൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ട്രക്ക് ഉയർത്തിയെടുക്കുന്ന ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. മൃതദേഹ ഭാഗം അതിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞു. ാണിപ്പോൾ ലോറി പുഴയിൽ നിന്ന് ഉയർത്തിയെടുത്തിരിക്കുന്നത്. പല ഘട്ടങ്ങളായി നടന്ന തെരച്ചിലായിരുന്നു. ജൂലൈ 16 മുതൽ 29 വരെ നീളുന്ന 2ാം ഘട്ടം. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും തെരച്ചിൽ നടത്തുന്നത്. അതും ഓഗസ്റ്റ് 16-ന് അവസാനിപ്പിക്കുന്നു. അതിനിടയിൽ കോടതി കയറിയ തെരച്ചിൽ. അതിനൊടുവിൽ ഇപ്പോൾ 3ാം ഘട്ട തെരച്ചിലിൽ ഡ്രഡ്ജർ എത്തുന്നു. ഗോവയിൽ നിന്നെത്തിക്കുന്ന ഡ്രഡ്ജർ, ആ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രഡ്ജിംഗ് 6ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ മൃതദേഹ ഭാഗവും ലോറിയും കണ്ടെത്തിയിരിക്കുന്നു. അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസിന്റെ ട്രക്ക് തന്നെയാണ് തങ്ങൾക്കിപ്പോൾ കിട്ടിയത് എന്നത് മനാഫ് സ്ഥിരീകരിക്കുകയാണ്. ആ ലോറി ഇപ്പോൾ കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അർജുന്റെ മൃതദേഹത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മൃതദേഹാവശിഷ്ടങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. കാണാതായി പുഴയിൽ പതിച്ച് 71-ാം ദിവസമാണ് ആ ട്രക്ക് മുകളിലേക്ക് ഉയർത്തുന്നത്. AK അഭിലാഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. AK അഭിലാഷ്, മൃതദേഹ ഭാഗം പുറത്തെടുത്തു കഴിഞ്ഞു. ഇനി ട്രക്ക് അവിടെ നിന്ന് ഉയർത്തിയെടുക്കേണ്ടതുണ്ടോ അതോ പുഴയിൽ തന്നെ ഉപേക്ഷിക്കുകയാണോ? ഈ ട്രക്കിൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ പുഴയിലേക്ക് താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അതിൽ കെട്ടുകൾ കെട്ടിയതിന് ശേഷം ഹുക്ക് ചെയ്തതിന് ശേഷം ഇത് ഡ്രഡ്ജറിൻ്റെ ഭാഗത്തേക്ക് കെട്ടിവെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് ഡ്രഡ്ജറിൻ്റെ ഭാഗത്തൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഇപ്പോൾ അവിടെ കെട്ടിവെച്ചിരിക്കുന്നത്. ഡ്രഡ്ജർ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. കാരണം ഡ്രഡ്ജർ തിരിച്ചാൽ മാത്രമേ ഇത് മുൻഭാഗത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കൂ എന്നുള്ളതാണ്. ഏതായാലും ഈ ട്രക്ക് പുറത്തേക്ക് എത്തിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് നേരത്തെ ഈ ലോറി ഉടമ കൂടിയായ മനാഫ് എടുത്തിരുന്നു. കാരണം ആ ട്രക്ക് ഉയർത്തിയതിന് ക്യാബിൻ ഉയർത്തിയതിന് ശേഷം അതിൻ്റെ അകത്ത് അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ട്രക്ക് പുഴയിലേക്ക് തന്നെ തള്ളാം എന്നുള്ള ഒരു കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അത് വൈകാരികമായുള്ളൊരു പ്രതികരണം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. പ്രത്യേകിച്ചും ഈ ട്രക്കിന് വേണ്ടിയാണ് മനാഫ് ഇക്കാര്യത്തിൽ ഇടപെടുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയ തരത്തിൽ വിമർശനം ഉയർന്നൊരു ഘട്ടത്തിലായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ ഈ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ ക്യാബിൻ ഭാഗം മുകളിലേക്ക് എത്തിയതിന് ശേഷം അതിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ക്യാബിൻ താഴോട്ട് മാറ്റിയിരിക്കുന്നത്. ഏതായാലും വീണ്ടും ഈ ട്രക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കം തന്നെ നടക്കുന്നതായിട്ടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഡ്രഡ്ജർ തിരിച്ച് ആ ഭാഗത്തേക്ക് നീക്കിയതിന് ശേഷം ട്രക്ക് ഈ ക്യാബിൻ മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം ആയിരിക്കും നടത്തുക എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും ഇപ്പോൾ ഡിങ്കി ബോട്ടിലേക്ക് മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ മാറ്റുകയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് അടക്കം കടക്കേണ്ടതുണ്ട്. അത്തരം ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഇതിന് ടഗ് ബോട്ടിൽ ഇപ്പോൾ സതീഷ് സെയ്ലി MLA അടക്കമുള്ള ആളുകൾ കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്ത് ഈ ക്യാബിൻ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കവും നടക്കുന്നു. ഏതായാലും കഴിഞ്ഞ 71 ദിവസമായി മലയാളക്കര ഒന്നാകെ കാത്തിരിക്കുന്ന ആ ഒരു കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം ഇതുമായി ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിരുന്ന 1, 2, 3, 4 പ്രത്യേകമായുള്ള പോയിന്റുകൾ, അതോടൊപ്പം തന്നെ നാവികസേന കണ്ടെത്തിയ പോയിന്റ് 1, പോയിന്റ് 2 ഈ പോയിന്റ് 1, 2 കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലുകളായിരുന്നു ആദ്യ ദിവസം നടത്തിയതെങ്കിൽ പിന്നീട് ഈ കോൺടാക്ട് പോയിന്റ് 3, 4 കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലും നടത്തി. അതിനുശേഷം അതായത് കോൺടാക്ട് പോയിന്റ് 4-ൽ ട്രക്ക് ഉണ്ടാകുമെന്നായിരുന്നു കരുതിയിരുന്നെങ്കിൽ അവിടെ നടത്തിയ പരിശോധനയിൽ അവിടെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഈ ടവറും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഈ കേബിളുകളുമായിരുന്നു എന്ന് കണ്ടെത്തിയോട് കൂടിയാണ് ഈ ട്രക്ക് ഇപ്പോൾ ഈ കോൺടാക്ട് പോയിന്റ് 2 എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തിച്ചത്. പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ദുരന്തമുണ്ടായ മലയ്ക്ക് കീഴ്ഭാഗത്തായിട്ടുള്ളതാണ് ലക്ഷ്മണൻ നായിക്കിൻ്റെ കടയ്ക്ക്, അതായത് ചായക്കടയ്ക്ക് പിൻവശത്തുള്ള ഒരു ഭാഗമാണ്. ഏതാണ്ട് 45 മീറ്ററോളം അകലെ മാത്രമാണ് ഈ ചായക്കടയ്ക്ക് പിന്നിൽ നിന്നും ഇപ്പോൾ ഈ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്ന ഭാഗം എന്നുള്ളത്.
ഏതായാലും ഇവിടെ പുഴയ്ക്ക് വലിയ ആഴമുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ കുത്തൊഴുക്കും ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു തെരച്ചിൽ സാധ്യമായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന് അല്പം കൂടി മുകൾ ഭാഗത്തേക്കായിട്ടാണ് നാവികസേന പ്രധാനമായി മാർക്ക് ചെയ്തിരിക്കുന്ന 1-2 പോയിന്റുകളുള്ളത്. ആ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ ഒരു 50 മീറ്ററുകൾ മാത്രം ആയിരിക്കും ഈ ഭാഗത്തേക്ക് ഉണ്ടായിരിക്കുന്നതെന്നാണ്. ഏതായാലും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന പോയിന്റ് CP2 എന്ന് പറയുന്ന ആ പോയിന്റ് തന്നെയാണ്. ഇത് കഴിഞ്ഞ ദിവസം ഡ്രഡ്ജർ കുറച്ച് മാറ്റിയതിന് ശേഷം ഈ വാഹനം പുറത്തെടുക്കാനുള്ള നീക്കമാണോ നടത്തുന്നതെന്നറിയാൻ നമുക്ക് അവിടേക്ക് തന്നെ കണ്ണുനട്ട് ഇരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കണ്ണാടിക്കലിലെ അർജുന്റെ വീട്ടിൽ ഇപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടാകും. ജിതിൻ അവിടെ നിന്ന് വിതമ്പുന്നതാണ് നമ്മൾ മൃതദേഹ ഭാഗം പുറത്തെടുക്കുമ്പോൾ കണ്ടത്. മനാഫും ജിതിനും അവിടെ തുടരുന്നുണ്ട്. നേരത്തെ സഹോദരി അവിടേക്ക് വന്നിരുന്നു, അതിനുശേഷം തിരികെ പോവുകയായിരുന്നു. ഭാര്യയും ഇപ്പോൾ ജോലിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്.